ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്ലുമോള ഉറക്കി കിടത്തിയേക്ക് കണ്ടോ, അതുകൊണ്ടാണ് പതിയെ പറയുന്നത്. കുറച്ചൊരാൾ ഉറങ്ങിക്കിടന്നിട്ട് പക്ഷേ എന്തെങ്കിലും ഒരു സൗണ്ട് ആയിട്ട് അപ്പം എഴുന്നേറ്റ് പോയി. പിന്നെ ഇവിടെ ഇപ്പോൾ ആരുമില്ല, നിമോശൻ്റെ അമ്മയും കൂടെ ഒന്ന് ബാങ്കിൽ പോയേക്കുന്നു. കല്ലുമോളെ ഉറക്കി കിടത്തിയേക്കുന്നു. പിന്നെ അമ്പുക്കുട്ടനെ അംഗനവാടി കൊണ്ടാക്കി. പിന്നെ അച്ചുകൂട്ടൻ സിനിമയ്ക്ക് പോയേക്കുണ്ടോ അവരുടെ ഫ്രണ്ട്സായിട്ട്. അപ്പോൾ എന്തായാലും കറി വെക്കണം. അപ്പോൾ അമ്മ ഇന്നലെ വന്നപ്പോൾ മാങ്ങ മേടിച്ചിട്ട് വന്നേ. പഴുത്ത മാങ്ങയില്ലേ, ചന്ദ്രക്കാരൻ മാങ്ങ, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മാങ്ങ കറിയാക്കാമെന്ന് വെച്ചു. ഇന്നലെ തന്നെ വെക്കണമെന്ന് വെച്ചു. ഇന്നലെ വെച്ചിരുന്നെങ്കിൽ ഇന്നത്തേക്ക് നല്ല ടേസ്റ്റ് ആയേനെ. പക്ഷേ ഇന്നലെ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇന്ന് കറി വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി തേങ്ങയൊക്കെ പൊതിച്ചെടുത്തിട്ട് വേണം കല്ലൂനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ മാങ്ങ വേവിക്കാൻ വെക്കാം. വയ്ക്കുന്ന മാങ്ങക്കറിയും നിങ്ങൾ വയ്ക്കുന്നതൊക്കെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്കായിരിക്കും കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ മാങ്ങ വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ എന്താ മാങ്ങ വേവിക്കാൻ വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഉപ്പ്, ഇതും കൂടി മൂന്നും കൂടി ഇട്ടാട്ടോ വേവിക്കണം. പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം എരിവുണ്ടാകും. പിന്നെ അമ്പുക്കുട്ടനും കല്ലുമല്ല സോറി അച്ചുകുട്ടനും കഴിക്കുന്നതുകൊണ്ട് അധികം എരിവ് ചേർക്കുന്നില്ല. അപ്പോൾ എന്തായാലും വേഗട്ടെ. അപ്പോഴത്തേക്കും തേങ്ങ ഒന്ന് പൊതിച്ചെടുക്കണം, തിരുമ്മിയെടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യട്ടെ. അപ്പം നമ്മുടെ ഇവിടുത്തെ ചിരവ ഇങ്ങനത്തതാണ് കേട്ടോ. അപ്പം ഇനി ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ തിരുമട്ടെ. ഞാനങ്ങനെ തേങ്ങ ഫുള്ളായിട്ട് തന്നെ തിരുമിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകം, ഇതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാനാണ് ഇപ്പോൾ എനിക്ക് പാട്. കല്ല് ഉറങ്ങുന്നത് കൊണ്ട് അരയ്ക്കണത് പാടാണ്. മിക്സി ചിലപ്പോൾ അടിക്കണ സൗണ്ട് കേട്ടാൽ കല്ല് ഉണർന്ന് വരും. എന്തായാലും ഞാൻ സംഭവമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പതിയെ ഒന്ന് അരച്ച് നോക്കാം. മാങ്ങ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മുടെ അമ്മ മീൻകറി വെച്ചതാണേ, അതും കൂടി അന്ന് ചൂടാക്കുന്നുണ്ട്. എന്തായാലും മിക്സി അടിക്കുക, ഓണരോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇനി നമുക്ക് തൈരും കൂടി അടിച്ചെടുക്കാം. ഇത് പുളിയില്ലാത്ത തൈരാട്ടോ. അപ്പോൾ ഞാൻ തൈരും തേങ്ങ അരച്ചതും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടേ. അപ്പോൾ ഞാൻ ഉപ്പിട്ടു. അപ്പോൾ മധുരത്തിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുവേ. ശർക്കരയും ചേർക്കാം, പക്ഷെ ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരട്ടെ. ഞാൻ വയ്ക്കുന്ന രീതിയാട്ടോ ഇത്. ഓരോ നാട്ടിലും ഓരോ വ്യത്യാസങ്ങളുണ്ടാവേ. അപ്പം ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതാ കടുക് വറുക്കാം. അപ്പോൾ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണമെന്നാണ് അമ്മ പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തോട്ട് പോകും. അപ്പോൾ കടുക് വറുത്ത് ഫസ്റ്റ് നമ്മൾ വേഗം ഇട്ടിട്ട് അടച്ചു വെക്കാമെന്നാണ്, പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്.